ഹായ് പാരൻസ്. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ടേ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഒരു 3 കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ വേർഡ്സ് ആണോ ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് ബുക്കിലെ വേർഡ്സ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് ഇപ്പം ബുക്കിൽ ഡോഗ് എന്നാണ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗ ബൗ എന്ന് പറയുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ കുഞ്ഞുങ്ങൾക്ക്, അങ്ങനത്തെ രീതിയിൽ. നെക്സ്റ്റ് വൺ ഇസ് 4S. അതായത് ഫസ്റ്റ് വൺ ഇസ് സേ ലെസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കഥകൾ പറഞ്ഞു കൊടുക്കുമ്പം ഫെമിലിയർ വൊക്കാബുലറിയിൽ വളരെ ഷോർട്ട് സെൻറ്റൻസിൽ പറഞ്ഞു കൊടുക്കണം, എന്നാലേ കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സ്ട്രെസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ആ ഒരു ഇൻറ്റൊണേഷനിലും ആ ഒരു സ്ട്രെസ്സിലൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പം എത്ര പറഞ്ഞാലും അവർക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്നതും, പിന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനും ഡിഫറെൻറ്റ് ആനിമൽസിനും കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വോയിസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് അത് കേട്ടിരിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അടുത്ത എസ് എന്ന് പറഞ്ഞാൽ ഗോ സ്ലോ. ഒരിക്കലും ഫാസ്റ്റ് പേസിൽ ഒരു കഥയും പറഞ്ഞു കൊടുക്കരുത്. ഇത് കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ചെയ്യുക. അതായത് ഷോ ദം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് എസ്. എന്ത് വേർഡാണോ നമ്മൾ പറഞ്ഞത്, ഇപ്പം റെയിനിനെ കുറിച്ചാണ് അല്ലെങ്കിൽ കാറിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ അടുത്ത സ്ട്രാറ്റജിയാണ് റിപ്പീറ്റ്. നമ്മൾക്ക് ചിലപ്പം ഒരു കഥ 1, 2, 3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ മടുക്കുമായിരിക്കും, പക്ഷേ അവർക്കത് എത്ര കേട്ടാലും മടുക്കില്ല കഥ കുഞ്ഞുങ്ങൾക്ക്. സോ അങ്ങനെ നമ്മൾ പറ്റുന്നത്ര റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും വൊക്കാബുലറിയും കാര്യങ്ങളും അവരുടെ തലയിൽ കയറും. പിന്നെ ആ വാക്കുകൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി, ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദസ് ലാംഗ്വേജും വൊക്കാബുലറിയും ഈ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഹാബിറ്റ് കൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ പറ്റും.